പത്തനാപുരം താലൂക്കിലെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കായി പുനലൂരിൽ ബോധവത്കരണ പരിപാടി സംഘടിപ്പിച്ചു. നെല്ലിപ്പള്ളി സേക്രഡ് ഹാർട്ട് ചർച്ച് പാരിഷ് ഹാളിൽ ബുധനാഴ്ചയായിരുന്നു ബോധവത്കരണം. മോട്ടോർ വാഹന വകുപ്പിന്റെയും റോഡ് സുരക്ഷാ അതോറിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. താലൂക്കിലെ 150ഓളം സ്കൂൾ ബസ് ഡ്രൈവർമാർ പങ്കെടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ ഉദ്ഘാടനം ചെയ്തു. പുനലൂർ ജോയിന്റ് ആർടിഒ കെ വി മധുസൂദനൻ നായർ അധ്യക്ഷനായി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എൻ സി അജിത് കുമാർ സ്വാഗതം പറഞ്ഞു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സജി, എം സി അജിത് കുമാർ, എം ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. റോഡ് അപകടങ്ങളും പ്രഥമ ശുശ്രൂഷയും എന്ന വിഷയത്തിൽ ഡോക്ടർ ടി എൻ സുധാകരൻ നായർ ക്ലാസ് നയിച്ചു. അതിന്റെ മോളിലാണ് ആ അത് പൊട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ചലിപ്പിച്ചാൽ ആ ബ്രേക്കിലാക്കി നിന്നുള്ള കയ്യോട്ട് പോകുന്ന വലിയ രക്തക്കൊള്ളൽ ഇൻറ്റുണ്ടാവാൻ സാധിക്കും. അതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയും ഒരു സിഗ്നൽ എടുത്ത് കൈകാര്യം നോക്കുകയും ചെയ്യുന്നത് ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആളിൻ്റെ ജോലിയാണ്. എന്നിട്ട് എക്സ്റേ എടുത്തുകൊണ്ട് ഓട്ടോപീഷ്യയുള്ള ഏതെങ്കിലും ഒരു ആശുപത്രി കാണിക്കും. പിന്നീട് ചില ഇഞ്ചുറിയും അല്ലാതെ കൊച്ചുങ്ങൾക്ക് അപകടാവസ്ഥ നടത്താം. അതുപോലെ ആദ്യം ഫീൽ ചെയ്യാം, നിങ്ങൾക്ക് ബോധത്തിൽ അല്ലെങ്കിൽ ഓർമ്മ വരികയാണ്. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഓർമ്മക്കാരാണോ അതേ അപകടാവസ്ഥയിൽ പോയതാണോ അതേ ചുമ്മാ ചില പരീക്ഷയുള്ള ദിവസമായി തിരിച്ചു പിടിക്കാൻ വേണ്ടി അഭിനയിക്കാൻ സാധിക്കും, ഓർമ്മയില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ആശുപത്രിയിലൊക്കെ ചെയ്യുന്നത് ഈ സ്പീഡ് മോഡിയാണെന്നൊരു സാധനം, അത് ഭയങ്കര തെറ്റാണ്, പഞ്ചായത്ത് അതൊരു പഞ്ചായത്തിലേക്ക് നോക്കി മാറ്റി. അപ്പോൾ ശരിക്കും അപകടാവസ്ഥയിലാണെങ്കിൽ അപകടാവസ്ഥ നയിക്കും. അതല്ല അപകടാവസ്ഥ അഭിനയിക്കുന്നതാണെങ്കിൽ ഉടനെ ചാടി ഭയങ്കര സ്പെൻഡാണ്. എന്നിട്ട് നമ്മുടെ അപകടാവസ്ഥയുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ കിടന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.